സണ്ണിയം കബിക്കാട് ഇവിടെ മത്സരിക്കുന്നൊക്കെയായിരുന്നു നേരത്തെ കേട്ടത്. പിന്നെ അദ്ദേഹത്തെ കളഞ്ഞോ? എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ തെരഞ്ഞെടുപ്പ്? ഇവിടെ കേന്ദ്രവും സംസ്ഥാനവും ഭരിക്കുന്ന രണ്ട് പ്രതിനിധികൾ ഇവിടെ തർക്കിക്കുന്നത് കേട്ടാൽ തോന്നും ഇവർ ഏതാണ്ട് വലിയ ശത്രുക്കളാണെന്ന്. കേരളത്തിൽ ഡീൽ ഉറപ്പിച്ച ആളുകളാണ് ഈ ഇവിടെ നിന്ന് നമ്മളെ പറ്റിക്കാൻ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് വലിയ ആശങ്കയുണ്ട്. ഇവിടുത്തെ ജനം ടി വിയുടെ യൂണിറ്റിൻ്റെ പ്രതിനിധികൾ എങ്ങനെ ഭക്ഷണം കഴിക്കുമെന്ന്. യുദ്ധം അടുക്കളയും കടന്ന് ആമാശയത്തിലേക്ക് എത്തിയിട്ടും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് എങ്ങനെ പാചകവാതകം കൊടുക്കാമെന്ന്, അല്ലെങ്കിൽ നാളെ ഇവിടെ പെട്രോൾ ഇല്ലാതെ വരുമ്പോൾ, ഡീസൽ ഇല്ലാതെ വരുമ്പോൾ എങ്ങനെ കൊടുക്കാമെന്ന് കഴിയാത്ത ഒരു ഗവൺമെൻറ്. അടുക്കള അതെ, പറയട്ടെ, പ്ലീസ് പറയട്ടെ. പറഞ്ഞോട്ടെ. ഇപ്പോ നമുക്ക് വൈക്കത്തിന്റെ വികസനത്തിലേക്ക് വരാം, കുഴപ്പമില്ല. ഇവിടെ സുജിൻ ഇവിടെ പറഞ്ഞു, ഇവിടുത്തെ വൈക്കത്തിന്റെ ചരിത്ര പാരമ്പര്യമൊക്കെ പറഞ്ഞു. ഈ മണ്ണിൽ ഞാനിപ്പോൾ അടുക്കളയുടെ കാര്യം പറഞ്ഞത് അന്നദാന പ്രഭുവിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ടാണ് ഈ സംസാരിക്കുന്നത്. ഇവർ ആഹാരം കഴിച്ചോ എന്ന് ചോദിക്കേണ്ട ഉത്തരവാദിത്വം വൈക്കംകാർക്കുണ്ട്. അതുകൊണ്ടാണ് ഇവരെ അതിലടക്കമുള്ള ആളുകളോട് ചോദിച്ചത്. ഞാൻ ആമുഖത്ത് പറഞ്ഞത് മാർച്ച് 15 ആരംഭിച്ച ജനസഭയാണ്. 4 നേരം ഒരു മുട്ടും ഉണ്ടായിരുന്നില്ല. എല്ലാ നല്ല ഭക്ഷണം. പക്ഷെ ഞങ്ങളൊക്കെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടുന്നുണ്ട് വൈക്കത്ത്. ഒരു മുട്ടും ഉണ്ടായിരുന്നു. പിന്നെ ഒന്ന് പറഞ്ഞോട്ടെ. ഇന്ന് മാർച്ച് 23 മാർച്ച് 24 ഒരു പ്രത്യേകതയുണ്ട്. 1924 മാർച്ച് മാസമാണ്. മാർച്ച് 24 തീയതിയാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. ഇവിടെ നാളെ അതിൻ്റെ 102ാമത് വാർഷികം നടക്കുക. ഇവിടെ 57 ആദ്യത്തെ മന്ത്രിസഭ മുതൽ ഇപ്പോൾ 2026 വരെ എത്തുമ്പോൾ 69 വർഷത്തിൽ ഒരു 3 വർഷം കെ ആർ നാരായണൻ്റെ കോൺഗ്രസ്സുകാരനായ കെ ആർ നാരായണൻ 3 വർഷം MLA ആയിരുന്നൊരു കാലമുണ്ട്. 91 മുതൽ 5 വർഷക്കാലം ഇവിടെ MLA ആയിരുന്ന കെ ബാലകൃഷ്ണൻ്റെ കാലമുണ്ട്. അതിനുശേഷം 61 വർഷവും ഇവിടെ ഭരിച്ചത് ഈ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് ഇടതുമുന്നണിയുടെ ആളുകളാണ്, CPIയുടെ ആളുകളാണ്. CPIക്കാരെ കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട്. ആ പാർട്ടി ഇനി ഉണ്ടാകുമോ, ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ട്. MLAമാർ ഈ പാർട്ടി വിട്ടു പോകുന്നു. പാർട്ടി വിട്ടു. മുൻ എം എൽ എമാർ ഈ പാർട്ടിയിലേക്ക് ചേരുന്നു. കോൺഗ്രസിലേക്കും വരാൻ തയ്യാറെടുത്ത് നിൽക്കുക. ആ ഒരു സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്നയാള് എങ്ങോട്ട് പോകും? ഇന്നലത്തെ MLA എങ്ങോട്ട് പോകും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. ആ ആശങ്കയിൽ നിന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ വൈക്കത്തെ ജനങ്ങൾ കാണുന്നത്. ഞാൻ പറഞ്ഞു വന്നത് 61 വർഷക്കാലവും ഈ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച CPIയുടെ ആളുകൾക്ക് ഈ നിയോജക മണ്ഡലത്തിൽ ഒരു വികസന പ്രവർത്തനവും നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമുണ്ട്. നമുക്കിവിടെ ഒരുപാട് വികസന സാധ്യതകളുണ്ട്. ഇവിടെ BJPയുടെ പ്രതിനിധി സൂചിപ്പിച്ചതുപോലെ റോഡ്, വൈക്കം വെച്ചൂർ റോഡ്, ഇത്രയും ടൂറിസം മേഖലയായ കുമരകത്തേക്ക് എറണാകുളത്ത് നിന്ന് വരുന്ന പ്രധാന റോഡാണ്. ആ റോഡ് ഇത്രയും മോശമായൊരു റോഡ് കേരളത്തിലുണ്ടാവില്ല. അതുപോലെ തന്നെ പൂത്തോട്ട മുതൽ ഇങ്ങോട്ടുള്ള റോഡ്, പൂത്തോട്ട കഴിഞ്ഞാൽ നല്ല റോഡാണ്. ആ റോഡ് തകർന്നു കിടക്കുന്നു. ഇപ്പോൾ പ്രധാനപ്പെട്ട റോഡാണ് മുളക്കുളം ചന്തപ്പാലം വടയാർ മുട്ടിച്ചിറ റോഡ്. ആ റോഡിൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ആ റോഡിൻ്റെ പണി തുടങ്ങിയിട്ട് അതിൻ്റെ പിന്നിലുള്ള അഴിമതിയുടെ ഒരുപാട് കഥകളുണ്ട്. അത്തരം കഥകളുമായിട്ടാണ് ഇവർ പോകുന്നത്. എന്നിട്ട് വികസനത്തെക്കുറിച്ച് പറയുന്നു. ഇവിടെ ആശുപത്രി കെട്ടണം ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം ഇവിടെ കാര്യങ്ങളാകുമോ? ഇപ്പം ഞാൻ പറയട്ടെ, തലയോലപ്പറമ്പിൽ ഒരു ആശുപത്രിയുണ്ട്. ആ തലയോലപ്പറമ്പിലെ ആശുപത്രിയിൽ പണ്ട് പ്രസവം പോലും നടന്നിരുന്ന സ്ഥലമാണ്. അവിടെ ഇന്ന് കിടത്തി ചികിത്സിക്കാൻ പോലും മാർഗമില്ലാത്ത അവസ്ഥയിലേക്ക് ആ ആശുപത്രി മാറി. ഇവിടെ ഒരു ഉപകരണവുമില്ല, ആവശ്യത്തിന് ഡോക്ടർമാരില്ല. ഇവിടെ ഒരു രോഗമുണ്ടായാൽ, ഒരു ഹൃദ്രോഗമുണ്ടായാൽ ഈ ആശുപത്രിയിൽ വന്നാൽ ആൾ മരിച്ചത് തന്നെ. ഒരു സജ്ജീകരണവും ഏർപ്പെടുത്താതെ ഈ കെട്ടിടം, ഊരാളുങ്കലിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ. ഊരാളുങ്കൽ പോലുള്ള ഏജൻസികൾക്ക് ഇത് കൊടുത്തിട്ട് ഇത്തരം കെട്ടിടവും പാലവും ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ പേരിൽ ഇടതുമുന്നണി നടത്തിയ വലിയ അഴിമതിയുണ്ട്. അത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഈ കെട്ടിടം ഉണ്ടാക്കാൻ ഇവർക്ക് താല്പര്യമാണ്, പക്ഷേ അവിടെ ഡോക്ടറെ ഉണ്ടാക്കാൻ
അവിടെ ആവശ്യത്തിന് ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ ഒന്നും സാധിക്കുന്നില്ല. കേരളത്തിലെ പൊതുവെ അവസ്ഥ നമുക്കറിയാം. വയറ്റിലേക്ക് കത്രിക വെച്ച് കൊടുക്കും, പക്ഷെ ഒരു കാര്യവും ചെയ്യില്ല. അതിനേക്കാൾ മോശമാണ് വൈക്കം ആശുപത്രിയുടെ അവസ്ഥ. എന്നിട്ട് ഇതിൻ്റെ ഒരു ഉദ്ഘാടന ഡേറ്റ് തീരുമാനിച്ചു. ഉദ്ഘാടന ഡേറ്റ് മതിൽ പോലും കിട്ടാതെ, ഒരു ഉപകരണവുമില്ലാതെ, കട്ടിലില്ലാതെ ഒരു ആശുപത്രിക്ക് ഉദ്ഘാടന ഡേറ്റ് തീരുമാനിച്ചിട്ട് എന്തുകൊണ്ടാണ് ഇവിടെ മാറ്റിവെച്ചത്? അപ്പോൾ അങ്ങനെ ഒരു രീതിയിലും വളരെ വികസന സാധ്യതയുള്ള ഒരു നിയോജക മണ്ഡലമാണിത്. ടൂറിസം മേഖലയിൽ വലിയ സാധ്യതകളുണ്ട്. കായൽ, വയലേലകൾ, കുന്ന്, ഇതെല്ലാമുള്ള ചെറിയ ചെറിയ തോടുകൾ, ഇതൊക്കെയുള്ള കേരളത്തിലെയല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു പ്രദേശമാണ് വൈക്കം. ഈ വൈക്കത്ത് ഒരുപാട് വികസന സാധ്യതകളുണ്ട്. ഈ വികസന സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ഈ ഇടതുമുന്നണിയുടെ ആളുകൾക്ക് കഴിഞ്ഞില്ല. വൈക്കം കയർ ആഗോള വിപണിയിൽ വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്ന സാധനമാണ് വൈക്കം കയർ. ആ കയർ മേഖലയുടെ അവസ്ഥ എന്താണെന്ന് അറിയുമോ? ഒരു സ്ഥലത്തും കയർ മേഖലയിൽ തൊഴിലില്ലാത്ത അവസ്ഥയിലേക്ക് വൈക്കത്തെ കയർ മേഖല തകർന്നിരിക്കുന്നു. തഴപ്പാ വ്യവസായം ഈ നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിലെ പ്രധാനപ്പെട്ടൊരു പാവപ്പെട്ട ആളുകൾ തൊഴിൽ കിട്ടുന്ന മാർഗമായിരുന്നു. ആ തൊഴിൽ മാർഗമെല്ലാം അടച്ചു കളഞ്ഞു. ഇവർ ഇത്രയും കാലം ഇവിടെ ഇരുന്നിട്ട് ഇതിനെയൊക്കെ ആധുനികവൽക്കരിച്ച് ആഗോള വിപണിക്കനുസരിച്ച് മാറ്റാമായിരുന്ന പദ്ധതികൾ കൃത്യമായി ഒരു ആസൂത്രണമില്ലാതെ, കൃത്യമായ ദിശാബോധമില്ലാത്ത ഈ MLA-മാരാണ് തകർത്ത് കളഞ്ഞത്. അതാണ് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വൈക്കത്തെ ജനങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, മൂന്ന് മുന്നണികളുടെയും പ്രതിനിധികൾ അവരുടെ നിലപാടുകൾ വിശദീകരിച്ചു. ആവശ്യത്തിനധികം സമയം കൊടുത്തിട്ടുണ്ട്. ഞാൻ ഉപചോദ്യങ്ങൾ ചോദിക്കാതെ ഇരുന്നതാണ്. ഇനി വോട്ടർമാരാണ് ചോദിക്കേണ്ടത്, നിങ്ങളുടെ പ്രതികരണം അറിയിക്കേണ്ടത്. കാരണം ഈ വികസനം അത് അനുഭവവേദ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വികസനം കൊണ്ടുവന്നവരെ എന്തായാലും അംഗീകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇല്ലെങ്കിൽ മറിച്ച് ചിന്തിക്കും. അപ്പോൾ നോക്കൂ, ഇവിടെ മൂന്ന് മുന്നണികളും വൈക്കത്തിൻ്റെ വികസനം അടിസ്ഥാനമാക്കിയിട്ടാണ് കുറേ കാര്യങ്ങൾ പറഞ്ഞു വെച്ചത്. എനിക്ക് ഈ വൈക്കത്ത് എന്തൊക്കെ വികസനം നടന്നു എന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങളാണ്